രണ്ട് പേക്ക് കൂടുതൽ കുടിച്ചതുകൊണ്ടാ എക്സ്ട്രാ ടൈമിലേക്ക് പോയത്. നിന്റെ അടുത്ത കസ്റ്റമർ കട്ട വെയിറ്റിങ്ങിലായിരിക്കും അല്ലേടി? ഞാൻ പൊക്കോളാം. അല്ലെങ്കിലും ഈ പഴങ്കഞ്ഞി കുടിച്ച് കുടിച്ച് മടുത്തടി. അല്ല, നിന്റെ മകൾക്കിപ്പോ 10-18 വയസ്സായി കാണില്ലേ? അവളെ നീ ഫീൽഡിലേക്ക് ഇറക്ക്. പിന്നെ എടീ, നിനക്ക് തരുന്ന 500-1000 ഒന്നും അല്ല. എടീ, ഇപ്പഴേ പുതിയ സീല് പിടിക്കുന്നതിന് രൂപ 10,000 മിനിമം. ഞാൻ അതിന് നിന്നോടൊരു പിശുക്കും കാണിക്കില്ല. നിനക്കെന്തടി ഒരു പുച്ഛം? എന്തേ? പുച്ഛൊന്നില്ല സാറേ. എന്നെ ഈ നിലയിലാക്കിയത് സാറല്ലേ? പിന്നെ സാറിന് തരാതെ ഞാൻ അവളെ വേറെ ആർക്കെങ്കിലും കൊടുക്കോ? നീ പേടിക്കണ്ടടി. നിന്നെ പോലെ നിന്റെ മകളെയും ഞാൻ നല്ലൊരു തയ്യൽക്കാരിയാക്കാം. അത് പിന്നെ എനിക്ക് അറിയില്ലേ സാറേ. എന്തേ? അന്ന് സാറ് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ലോഡ്ജിൽ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോ അന്ന് ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ഇവളിനി വേശ്യയല്ല, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന്. സാർ അതും പറഞ്ഞല്ലേ എനിക്കന്ന് തയ്യൽ മെഷീൻ വാങ്ങിച്ചു തന്നത്. അതുകൊണ്ടിപ്പോ സാറിന് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം തയ്ച്ചു കൊടുക്കുന്ന ഒരു തയ്യൽക്കാരിയായില്ലേ ഞാൻ? അങ്ങനെ വേശികളെന്നും വേശികളാ. ഒരിക്കൽ വേശ്യയായാൽ പിന്നെ എത്ര നന്നാവാൻ ശ്രമിച്ചാലും സാറിനെ പോലുള്ളവര് അതിന് സമ്മതിക്കില്ലല്ലോ. അല്ല സാറേ, ഈ വേശ്യകളുടെ അടുത്തേക്ക് വരുന്ന സാറന്മാരെ എന്തു പേരാ സാറേ വിളിക്ക? അധികാവേശം കാണിക്കല്ലേ സാറേ. ഇതുപോലുള്ള 8-10 സാറന്മാരുടെ ആവേശം തീർത്തിട്ടും തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അത് സാർ ഈ പറഞ്ഞ പോലെ 2-3 വയറുകള് എങ്ങനെയെങ്കിലും പിഴച്ചു പോകാൻ വേണ്ടിട്ട് സാറേ. പിഴച്ചവളെ